മെയിൻ സ്ട്രീമിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് ആയുഷ്. നെക്സ്റ്റ് വരുന്നതാണ് മെയിൻ സ്ട്രീമിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് ആയുഷ്. ആയുഷിൻ്റെ പൊട്ടൻഷ്യൽസ്, അതായത് ആയുർവേദിക്, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്ട്രീംസ് ഓഫ് മെഡിസിൻസും കൂടി നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക്, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് പല അസുഖങ്ങൾക്കും ആയുർവേദത്തിലും ഹോമിയോയിലും സിദ്ധയിലും ഒക്കെ പലതരം മെഡിസിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ മെഡിസിൻസും കൂടി നമ്മുടെ ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമായിട്ട് കൊണ്ടുവരിക. പ്രിവെൻറ്റീവ് മെഡിസിൻസ് ആയിട്ടും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനായിട്ടും പല മെഡിസിൻസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ആയുഷ് മിഷൻ എന്ന് പറയുന്നത്. For person who choose the policy ensures access to Ayush remedies through co-location and public facilities. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഹെൽത്ത് പോളിസി അനുസരിച്ച് ഇതേപോലെ മറ്റുള്ള മെഡിസിൻസ് കൂടി, അതായത് പ്ലൂറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയും, നമ്മളെല്ലാ മെഡിസിൻസും കൂടി ചേർന്ന് നമ്മുടെ അസുഖത്തിനെ ഭേദപ്പെടുത്താനും പ്രിവെൻറ്റീവായിട്ടുള്ള മെഷേഴ്സ് അതുപോലെ തന്നെ പ്രൊമോട്ടീവ് മെഷേഴ്സും എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ യോഗ വുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് മച്ച് ബൈ ഡൽഹി സ്കൂൾ ആൻഡ് വർക്ക് പ്ലേസ്. യോഗ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നാഷണൽ ആയുഷ് മിഷൻ്റെ ഭാഗമായിട്ടാണ് യോഗയൊക്കെ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ റോബസ്റ്റ് ആൻഡ് ഇഫക്റ്റീവ് ക്വാളിറ്റി കൺട്രോൾ മെക്കാനിസം ഓഫ് ആയുഷ് ഡ്രഗ്സ്. പിന്നെ അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ മെക്കാനിസം. നമ്മൾ വെറുതെ പറയുന്ന ഒറ്റമൂലികളൊക്കെ ഉണ്ടായിരിക്കും, ഇപ്പോൾ ചില വൈദ്യന്മാർ കൊടുക്കുന്ന ഒറ്റമൂലി, അതല്ലാതെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള റിസർച്ചൊക്കെ നടത്തി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ആയുഷ് മിഷൻ്റെ ഉദ്ദേശം. അതായത് ഈ മറ്റുള്ള ടൈപ്പ് ഓഫ് മെഡിസിൻസ് തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ മെഡിസിൻസ് കൊടുക്കുക. അതേപോലെ തന്നെ പോളിസി റെക്കഗ്നൈസ് ഡ്യൂ ടു നർച്ചർ ആയുഷ് സിസ്റ്റം ഓഫ് മെഡിസിൻ ഡെവലപ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങുക, ക്വാളിറ്റി കൺട്രോൾ ഡ്രഗ്സ് തുടങ്ങുക, ബിൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൊഫഷണൽസ്, അങ്ങനെയുള്ള ആൾക്കാർ, അതായത് ആയുർവേദ ഹോസ്പിറ്റൽസ്, നേഴ്സിങ്, പിന്നെ അതേപോലെ തന്നെ ഹോമിയോ, സിദ്ധ, യുനാനി, അതൊക്കെ ഇതേപോലെ തന്നെ നാച്ചുറോപ്പതി, അതൊക്കെ ഒരു വൈദ്യന്മാർ അവരുടേതായിട്ടുള്ള അറിവ് വെച്ച് ചെയ്യുന്നത് കൂടാതെ അതെന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മൾ കൃത്യമായിട്ടുള്ള കോളേജുകളൊക്കെ പഠിച്ച് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് ആയുഷ് മിഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നാഷണൽ ഹെൽത്ത് പോളിസി കണ്ടിന്യൂ മെയിൻ സ്ട്രീമിങ് ആയുഷ് മിഷൻ, അത് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അതിൽ ഫോളോ ചെയ്യേണ്ട മാൻഡേറ്ററി ബ്രിഡ്ജ് കോഴ്സസ് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. ഇപ്പോൾ അലോപ്പതി മെഡിസിൻസ് ആണ് പഠിച്ചതെങ്കിലും അതിൽ ചില ഭാഗങ്ങൾ ആയുർവേദിക്കിൻ്റെ ചില സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അല്ല, ആയുർവേദിക് മെഡിസിൻസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. അതേപോലെ തന്നെ ഹോമിയോ അല്ലെങ്കിൽ ആയുർവേദം അതൊക്കെ പഠിക്കുന്നവർക്കും ഇതേപോലെ തന്നെ അലോപ്പതിയിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ചില മെഡിസിൻസ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്കാനിങ്, എക്സ്റേ, ബ്ലഡ് ടെസ്റ്റുകൾ അതൊക്കെ നടത്തിയിട്ട് തന്നെ ആയുർവേദിക് മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ ആയുർവേദിക് ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്, ഇന്ന ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, എന്താണ് അസുഖം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യും. ആ ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹോമിയോ ആയാലും ഏത് ചികിത്സാ രീതികളായാലും അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് അതിനുള്ള നോളജ് ആൻഡ് കോഴ്സ് ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആണ് ഇതൊക്കെ. ഈ ആയുർവേദം, നാച്ചുറോപ്പതി, യോഗ, അത് നമ്മുടെ കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം. അത് ഓരോ സ്റ്റേറ്റിലും അതിൻ്റേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഫോളോ ചെയ്യുന്ന കുറേ സിസ്റ്റംസ് ഉണ്ട്. മെഡിസിനൽ പ്ലാൻസുകൾ നമ്മൾ ഫോളോ ചെയ്യുന്ന മെഡിസിനൽ പ്ലാൻസ്, ആ പ്ലാൻസുകൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് തന്നെയാണ് അലോപ്പതി മെഡിസിൻസ്, ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേക രീതിയിൽ കോമ്പോസിഷൻ ചെയ്താൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കുമ്പോൾ അതിന് ഫലം ഉണ്ടാവുള്ളൂ. അത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇഫക്റ്റീവ്നെസ് കിട്ടില്ല. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഫ്രെയിം ചെയ്തിട്ട് ഹെർബൽ പ്ലാന്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് ആയുഷിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോയി ആയുഷ് മിഷൻ എന്ന് പറയുന്നത്. ഇനി ടെറിഷറി കെയറിൽ മെയിനായിട്ട് സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് റീജിയണൽ സോണൽ അപെക്സ് റെഫറൽ സെൻറ്റേഴ്സ്,
അതായത് നമ്മൾ റെഫറൽ സെൻറ്ററുകൾ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകൾ, അതൊക്കെയാണ് റെഫറൽ സെൻറ്റർ. നമ്മൾ പറഞ്ഞു പ്രൈമറി ആൻഡ് സെക്കൻഡറി കെയർ ഉണ്ട്. പ്രൈമറി എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് സെൻറ്ററുകളും അതുപോലെ തന്നെ സബ് സെൻറ്ററുകളും, സെക്കൻഡറി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകൾ. അവിടെ നിന്ന് റെഫർ ചെയ്യുന്ന കേസുകളൊക്കെയാണ് ഇതുപോലെ ഇവിടേക്ക് വരുന്നത്. അവിടെ മെഡിക്കൽ കോളേജുകൾ, ഈ ടെർഷറി കെയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെഡിക്കൽ കോളേജുകൾ, നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ AIMS, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതാണ് AIIMS എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെയൊക്കെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് ടെറിഷറി കെയറിൽ വരുന്നത്. അപ്പോൾ അവർ കൊടുക്കുന്ന, അതായത് ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് അവർക്ക് ചെയ്യുന്നത്. പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും, ഫീ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടും. ഒപ്പം തന്നെ അവർക്ക് അസുഖത്തെക്കുറിച്ച് പഠിക്കാനും കാര്യങ്ങൾക്കുള്ള ഫെസിലിറ്റീസും കിട്ടും. ദ പോളിസി എനൻസിയേറ്റ് കോർ പ്രിൻസിപ്പിൾ ഓഫ് സൊസൈറ്റൽ ഒബ്ലിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോളോഡ്. പിന്നെ വരുന്നത് ഈ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും ഇതേപോലെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പോലെ തന്നെ അതേ ബാധ്യതകൾ ആർക്കുമുണ്ട്? പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഉണ്ട്. അപ്പോൾ അവരും ഇതേപോലെ തന്നെ എല്ലാ പ്രൊസീജിയേഴ്സും കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ വരുന്നതാണ് മെഡിക്കൽ ടൂറിസം. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. അതായത് നമ്മൾ അതായത് കോസ്റ്റ് കുറവാണ്, ഫ്രീ കോസ്റ്റ്, ലെസ് കോസ്റ്റാണ്, നമ്മുടെ എക്സ്പെൻസീവ് അല്ല നമ്മുടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് മെഡിക്കൽ ടൂറിസത്തിന് പുറത്തു നിന്നുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ, ഫോറിനേഴ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നാഷണൽ ഹെൽത്ത് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ടു ഡെവലപ്പ് എവിഡൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് കെയർ അപ്ലിക്കേഷൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കെയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈവറ്റിലായാലും പബ്ലിക്കിലായാലും നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന സിസ്റ്റം ഓഫ് മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നാഷണൽ ഹെൽത്ത് പോളിസി 2017. നമ്മൾ ഇൻഡിപെൻഡൻസിന് ശേഷം 1983 ആദ്യത്തെ ഹെൽത്ത് പോളിസി വരുന്നത്. പിന്നെ 2002 അത് റിന്യൂ ചെയ്തു, 2017 റിന്യൂ ചെയ്തു. അപ്പോൾ അതിൽ ഹെൽത്ത് പോളിസിയിൽ നമ്മൾ മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് റോബസ്റ്റ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, അതായത് ദൃഢമായിട്ടുള്ള നല്ല ശക്തമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ റെഡ്യൂസിങ് കാറ്റസ്ട്രോഫിക് എക്സ്പെൻഡിച്ചർ, അനാവശ്യമായിട്ട് വരുന്ന ചിലവുകൾ കുറയ്ക്കുക, ഫോം ഓഫ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്സ് ആൻഡ് എൻഹാൻസിങ് ഫിസിക്കൽ കപ്പാസിറ്റി ടു ഹെൽത്ത് കെയർ. പിന്നെ നമ്മുടെ കയ്യിൽ നിന്നുള്ള കോസ്റ്റ് കുറച്ചിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ ഈ നാഷണൽ ഹെൽത്ത് പോളിസിയിൽ വരുന്നതാണ്. സം സ്പെസിഫിക് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ലേ ഡൗൺ ദ പോളിസി. ഇൻക്രീസ് ലൈഫ് എക്സ്പെക്റ്റൻസി, ബർത്ത് ഫ്രം 67.5 to 70 by 2025. അതായത് 67 നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, അത് നമ്മൾ 70 മാറ്റുക, 70 വരെ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നെ അതുപോലെ പബ്ലിക് ഹെൽത്ത് സർവീസ് 50% ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്നത് ഫാമിലി പ്ലാനിങ്, 90% ഫാമിലി പ്ലാനിങ്, കൃത്യമായിട്ടുള്ള ഫാമിലി പ്ലാനിങ്, കുട്ടികളുണ്ടാവുന്ന ഇടവേളകൾ അതൊക്കെ കൃത്യമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ്. പിന്നെ എക്സ്പെൻഡിച്ചർ, ഇൻക്രീസ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ മാക്സിമം കുറയ്ക്കുക. അതേപോലെ തന്നെ GDP എന്നൊക്കെ കൊടുക്കുന്ന അളവ് കൂട്ടുക എന്നുള്ളതാണ്. 1.5% കൊടുത്തിരുന്നത് 2.5% ആയിട്ട് മാറ്റി. പിന്നെ ഡിസ്ട്രിക്ട് ലെവൽ ഇലക്ട്രോണിക് ഡാറ്റാബേസ് സിസ്റ്റം, ഓരോ ഡിസ്ട്രിക്റ്റിലും അവരുടേതായിട്ടുള്ള ഇലക്ട്രോണിക് ഡാറ്റാബേസ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഫോർമേഷൻ ആർക്കിടെക്ചർ, ഹെൽത്ത് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച്, നമ്മൾ ഡിസ്ട്രിക്റ്റുകളിലാണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിലേക്കൊക്കെ അത് എക്സ്ചേഞ്ച് ചെയ്യാം. പബ്ലിക് ഹെൽത്ത് ഡെലിവറി, പ്രോപ്പറായിട്ട് ഹെൽത്ത് കെയർ എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, അങ്ങനത്തെ കാര്യങ്ങൾ. റെഫറൽ സിസ്റ്റം എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നതാണ്. പർച്ചേസിങ് പ്രൈവറ്റ് സർവീസ് ടു ഫിൽ ഗ്യാപ്സ്, അപ്പോൾ അത് പബ്ലിക് ഹെൽത്ത് കെയറിനെ മുഴുവനായിട്ട് ചെയ്യാൻ പറ്റാത്തൊക്കെ പ്രൈവറ്റിലും നമ്മൾ ചെയ്യുക. ഡയഗ്നോസ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ സ്ട്രെങ്ത് ചെയ്യുക, ഇതൊക്കെയാണ് നാഷണൽ ഹെൽത്ത് പോളിസിയുടെ മെയിനായിട്ടുള്ള എയിമായിട്ട് വരുന്നത്. ഓക്കെ.